SolidWorks എന്നാൽ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാർഡ് സോഫ്റ്റ്വെയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയറാണ് ഡിസൈൻ പിന്നെ കാർഡ് മോഡൽസ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ സീരീസ് നമ്മുടെ SolidWorksന്റെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം സ്പീഡിലായിട്ട് എടുത്തു പോകണം, കാരണം എൻ്റെ ഉദ്ദേശം മാക്സിമം കണ്ടന്റ് മിനിമം ടൈം കൊണ്ട് ഉൾപ്പെടുത്തുന്നതാണ്. സോ നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അതിന് SolidWorksന്റെ വിൻഡോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ SolidWorksന്റെ പാനൽ ഓഫ് ആയിട്ട് വരും നമുക്ക് കാണാം. നമുക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി SolidWorksന്റെ മുകളിലത്തെ രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് ന്യൂ ഐക്കൺ. അപ്പോൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി 3 ഓപ്ഷൻസ് ആണ് വരിക. ഒന്ന് പാർട്ട്, അസംബ്ലി ആൻഡ് ഡ്രോയിങ്. ഈ SolidWorksനകത്ത് മറ്റുള്ള കാർഡ് സോഫ്റ്റ്വെയറിനെ പോലെ തന്നെ നമുക്ക് ഒറ്റ യൂസർ ഇന്റർഫേസിൽ ഒരു ഫുൾ മെഷീൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മെഷീൻ്റെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അത് അസംബിൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ ഡയമെൻഷനും മറ്റു കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ 3D ഡ്രോയിങ് വരയ്ക്കാൻ നമ്മൾ പാർട്ട് എന്ന് പറഞ്ഞ യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഓരോ പാർട്ടും അസംബിൾ ചെയ്യാൻ വേണ്ടിയാണ് അസംബ്ലി നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു മാനുഫാക്ചറിങ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ആണ്. അതിനുവേണ്ടി നമ്മൾ വരച്ച ഓരോ പാർട്സിൻ്റെയും ഡ്രോയിങ് തയ്യാറാക്കി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷനും മറ്റു കാര്യങ്ങളും വളയ്ക്കാനാണ് നമുക്ക് ഡ്രോയിങ് യൂസ് ചെയ്യേണ്ടത്. അത് മെയിനായിട്ട് 2D ആണ് ഡ്രോയിങ്ങിനകത്ത് വരിക. എക്സാമ്പിളായിട്ട് ഈ കാണിച്ച ഇമേജ് ഒരു അസംബ്ലി ഇമേജ് ആണ്. കാരണം ഇത് കുറേ പാർട്സുകൾ യോജിപ്പിച്ചിട്ടാണ് ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പാർട്സുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഇന്റർഫേസിലാണ് നമ്മൾ വരയ്ക്കുക. അതിനുശേഷം അസംബ്ലി വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ഓരോ മേറ്റുകൾ വെച്ചിട്ട്. ഇപ്പോൾ ഇതൊരു എക്സ്പ്ലോറർ വ്യൂ ആണ്, അതുകൊണ്ടാണ് നമുക്കിത് ഓരോ പാർട്സുകളും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇത് ഒരു മെഷീൻ പാർട്ടിൻ്റെ ഡ്രോയിങ് ആണ്, SolidWorksൽ വരച്ചാണ്. ഇത് ശരിക്കും യൂസ് ചെയ്യുന്നത് വെച്ചാൽ ശരിക്കും മാനുഫാക്ചറിൽ അവർ വരുമ്പോൾ നമുക്കൊരു ഡയമെൻഷനിങ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. 3D ഡ്രോയിങ് നമുക്ക് എല്ലാ ഡയമെൻഷനും മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2D ഡ്രോയിങ്ങിൽ ഐസോമെട്രിക് ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, സൈഡ് വ്യൂ അതുപോലെ വ്യൂസ് ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള ഡയമെൻഷനും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിച്ച് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് വ്യൂസ് ആണ്. നമ്മളിത് ഗ്രാഫിക്സിനെ പോലെ വരയ്ക്കേണ്ട ആവശ്യമില്ല. SolidWorks നമുക്ക് ഈസി ആയിട്ട് 3D ഡ്രോയിങ് കൊണ്ട് നേരെ 2D ഡ്രോയിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സോ ബേസിക്കലി നമ്മൾ പാർട്ട് വരയ്ക്കാനായിട്ട് അതിന് തന്നെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് വരയ്ക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് ബേസിക്കലി നമ്മൾ എല്ലാ പാർട്സുകളും വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കുറേ അധികം ഐക്കൺസ് ഓപ്ഷനുകളും പഠിക്കാനുണ്ട്. അത് നമുക്ക് വഴി വരയ്ക്കാം. ഞാനിപ്പോൾ ബേസിക്കലി ഇപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഹൗ ടു പ്രൊഡ്യൂസ് എ പാർട്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൂടിയാണ്. നമുക്ക് ഇനി വരുന്ന ട്യൂട്ടോറിയൽസിൽ ബാക്കി ഓരോ ഐക്കണും വിശദമായിട്ട് എടുത്ത് നമുക്ക് പഠിക്കാം. അതിനകത്ത് ബേസിക്കലി ഉള്ളത് 3 പ്ലെയിൻസുമാണ്. ഫ്രണ്ട്, ടോപ്പ് ആൻഡ് റൈറ്റ് പ്ലെയിന്, പിന്നെ ഒരു ഒറിജിൻ ഉണ്ട്, പിന്നെ അതിൻ്റെ ആക്സസുകളാണ്. ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ ഓരോ സ്കെച്ചുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോ പാർട്ടുകളും നമ്മൾ ഇതിൻ്റെ ബേസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റർഫേസിന് മുകളിൽ കുറേ പാനൽസ് നമുക്ക് കാണാം. ഒന്നാമത്തെ ഫീച്ചേഴ്സ് പാനലാണ്. ഇവിടെയാണ് നമുക്ക് ഒരു സ്കെച്ച് സോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അതായത് എക്സ്ട്രൂഡ്, കട്ട്, റിവോൾവ് എന്നുള്ള ഓപ്ഷൻസ്. നെക്സ്റ്റ് പാനൽ സ്കെച്ചസ് ആണ്. ഈ സ്കെച്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്കെച്ച് വരയ്ക്കാൻ ആവശ്യമായ ലൈൻസ്, റെക്ടാങ്കിൾ അങ്ങനെയുള്ള എല്ലാ ടൂൾസും നമുക്ക് അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ തൊട്ടുപുറത്തേക്ക് വേറെ കുറേയധികം പാനൽസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഡിഫറൻറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയൽസിലൂടെ മനസ്സിലാക്കാം. ഒരു മെഷീനറി പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ സ്കെച്ച് വെച്ച് നമ്മൾ റിവോൾവ്, കട്ട്, എക്സ്ട്രൂഡ് തുടങ്ങിയ ഓപ്പറേഷൻസ് വഴി ഒരു സോൾഡ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ആ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തിയും കൂട്ടിച്ചേർത്തും ഒക്കെ ചേർത്താണ് നമ്മളൊരു പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നുള്ള വീഡിയോകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് തന്നെ സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായി നിങ്ങൾ ഏതെങ്കിലും പ്ലെയിൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ സ്കെച്ച് ഐക്കണെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊത്തം എൻവയോൺമെൻറ്റ് മാർക്കായിട്ട് കാണാം. മുകളിൽ സ്കെച്ച് വരയ്ക്കാനുള്ള ഐക്കണും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വന്നേക്കണേ. സോ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാർട്ട് വരയ്ക്കാൻ പോയാണ്. നമ്മുടെ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മൗസിൻ്റെ മിഡിൽ ബട്ടൺ കറക്കിയാൽ മതിയാവും. ഓക്കെ, ഇന്നത്തെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ ഞാൻ ഐക്കൺസും മറ്റു കാര്യങ്ങളൊന്നും മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതെല്ലാം ഓരോ അടുത്ത വീഡിയോ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് ജസ്റ്റ് ഹൗ ടു നമുക്ക് എങ്ങനെയാണ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതിന് വേണ്ടിയാണ്. എന്നാലും ഇടയ്ക്ക് ഓരോ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, പാർട്ട് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന് റെക്ടാങ്കിൾ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മുകളിൽ റെക്ടാങ്കിൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒറിജിൻ സെൻറ്റർ ആയിക്കൊണ്ട് ഒരു സെൻറ്റർ റെക്ടാങ്കിൾ വരച്ചു. അതിനുശേഷം നമ്മൾ വരച്ച റെക്ടാങ്കിളിൽ ഡയമെൻഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്മാർട്ട് ഡയമെൻഷൻ ഐക്കണെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വരച്ച സൈഡിൻ്റെ ഡയമെൻഷൻ അത് പിക്ക് ചെയ്യുമ്പോൾ നമ്മളത് കിട്ടുന്നതാണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡയമെൻഷൻ്റെ അളവിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഞാനതിപ്പോൾ 100 എന്നാണ് ഞാൻ റെക്ടാങ്കിൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഏകദേശം ആദ്യത്തെ സ്കെച്ചിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റെക്ടാങ്കിൾ മെയിനായിട്ട് റെക്ടാങ്കിൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം സ്കെച്ചിൽ പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പായിട്ട് 2 ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ സ്കെച്ച് സേവ് ചെയ്യേണ്ട എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തെ റെഡ് ഐക്കൺ വിത്ത് ഡിസ്കാർഡ് ചെയ്യേണ്ട എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ തൽക്കാലം സേവ് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു വേറെ ടൈപ്പ് വിൻഡോയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഫീച്ചേഴ്സ് വിൻഡോയിലാണ്.
ഇപ്പോൾ ഓൾറെഡി സ്കെച്ച് വിൻഡോയിലാണ് കിടക്കുന്നത്. നമ്മൾ ഫീച്ചേഴ്സ് വിൻഡോയിലേക്ക് മൗസ് ബട്ടൺ വെച്ചിട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ ഈ വരച്ച സ്കെച്ച് നമുക്ക് എക്സ്ട്രൂഡ് കട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എക്സ്ട്രൂഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വരച്ച സ്ട്രെച്ച് നമുക്ക് ഒരു 3D മോഡലായിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്ത് കിട്ടുക. അതാണ് അതിൻ്റെ 3D ആയിട്ട് മാറ്റാം നമ്മുടെ സ്കെച്ച്. അതിനുശേഷം അതാണ് ഇപ്പോൾ കാണുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണാം. ജസ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്യണം ആരൊക്കെ പിടിച്ച് ട്രാക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡയമെൻഷനിലേക്ക് മാറ്റിയെന്നാണ്. തൊട്ടിപ്പറേ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേണ്ട ഡയമെൻഷൻ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ റെക്ടാങ്കിളിൽ നിന്ന് നമ്മളൊരു സോളിഡ് ബോക്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. റെക്ടാങ്കിൾ ബോക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വരച്ച ഈ റെക്ടാങ്കിൾ ബോക്സിന് വീണ്ടും കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഈ റെക്ടാങ്കിൾ ബോക്സിൻ്റെ വിവിധ ഫേസസോടെ വീണ്ടും സ്കെച്ച് ആഡ് ചെയ്യുകയും അത് എക്സ്ട്രൂഡ് കട്ട് അങ്ങനെയുള്ള ഓപ്പറേഷൻ വഴി ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് ആക്കി എടുക്കണം. ഓക്കെ, നമ്മളതിന് അത് തന്നെ ഒരു ഫേസ് സെലക്ട് ചെയ്തു. എന്നിട്ട് അവിടെ സ്കെച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം റേഡിയൽ മെനുവിൽ നിന്ന് നമ്മൾ സർക്കിൾ ഓപ്ഷൻ സെലക്ട് ചെയ്തു. സെൻറ്റർ പോയിന്റ് സർക്കിളിൻ്റെ സെൻറ്ററാക്കി സർക്കിൾ നമ്മൾ ഫോം ചെയ്തു. അതിനുശേഷം അത് എക്സ്ട്രൂഡ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ച പാട്ട് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സോൾഡ് വർക്കിൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സും മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കണേ. സോൾഡ് വർക്ക് മെയിനായിട്ട് ഓർഡർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്കെച്ചിങ് ഫീച്ചേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്തോണം. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് സ്കെച്ച് ഹിസ്റ്ററി ചെന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും നമ്മൾ ഓൾറെഡി വരച്ച് വെച്ച ഫീച്ചേഴ്സ് മാറ്റങ്ങൾ വരുത്താനും എളുപ്പമാണ്. ചില സോഫ്റ്റ്വെയറിലേക്ക് സോൾഡ് എഡ്ജ് സിൻക്രൺസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സോൾഡ് വർക്കിലെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സ്കെച്ചിലേക്ക് നമ്മൾ ചില ഫീച്ചേഴ്സ് മാറ്റങ്ങൾ വരുത്തി പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഫീച്ചേഴ്സ്. പിന്നെ ഡയമെൻഷനിങ് അതുപോലുള്ള കാര്യങ്ങളുടെ സോൾഡ് വർക്ക് കൂടുതലാണ്. ഞാനിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി വരച്ച റെക്ടാങ്കിൾ ബോക്സിൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂട്ടാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രൂഡ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, നമ്മുടെ പാട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ട്യൂട്ടോറിയൽസ് കൂടെ ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സ്കെച്ച് പാനലിൻ്റെ കംപ്ലീറ്റ് ഐക്കൺസും മറ്റു കാര്യങ്ങളും എല്ലാമാണ്. അതിനുശേഷം ഫീച്ചേഴ്സ്, ദെൻ പാർട്ടിലെ ഫുള്ള് ഓപ്ഷൻസ് തീർക്കുക. അത് കഴിഞ്ഞിട്ട് അസംബ്ലിയും അതിനോടനുബന്ധിച്ചിട്ട് കാര്യങ്ങളും, ദെൻ ഡ്രോയിങ്ങിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ റെൻഡറിങ് അതുപോലുള്ള അഡ്വാൻസ് കാര്യങ്ങളും പിന്നെയാണ് നമ്മൾ ചെയ്യുക. സോൾഡ് വർക്കിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഈ ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾക്ക് നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് വർക്ക് എങ്ങനെയാണ് പഠിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇത് ഏകദേശം അത്യാവശ്യം അഡ്വാൻസ് ലെവലിലേക്ക്, അതായത് ഫുള്ളായിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.